മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 29:25 ഒക്കെ Proverbs chapter 29 verse 25 മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്തഭിപ്രായം പറയുമെന്ന് ചിന്തിച്ച് ആകുലപ്പെടാറുണ്ട്. എല്ലാവരും എല്ലായ്പ്പോഴും നമ്മെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നിന്ദയോ പരിഹാസമോ ഉണ്ടായാൽ മാനസികമായി നാം തളർന്നു പോകുന്നു. മനുഷ്യഭയത്തിൽ നിന്നുണ്ടാകുന്ന ചിന്തകളാണിവ. ഏഷ്യ 51:7 പ്രവാചകൻ, നിങ്ങൾ മനുഷ്യരുടെ തിന്മയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത് എന്ന് പറയുന്നു. മനുഷ്യർ വിയോജിക്കുമെന്ന ഭയത്താൽ പ്രവർത്തിക്കുവാൻ നാം മടിക്കരുത്. നമുക്ക് നമ്മുടേതായ അഭിപ്രായവും അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധീരതയും ഉണ്ടായിരിക്കണം. ദൈവത്തിനും നമ്മുടെ മനസ്സാക്ഷിക്കും വിപരീതമല്ലാത്ത കാര്യം ചെയ്യുവാൻ നാം മടിക്കരുത്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആശയങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ നാം പരാജയപ്പെടും. അടുത്ത പടി പ്രവർത്തിക്കേണ്ട അവസരമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നാം കുഴങ്ങും. മറ്റഭിപ്രായങ്ങൾ നാം ശ്രദ്ധിക്കരുതെന്ന് അതിനർത്ഥമില്ല. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങൾ ശരിയായി ഗ്രഹിച്ച് നമ്മുടെ സ്വന്തം ആശയങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അതനുസരണമായി പ്രവർത്തിക്കും. സ്വന്തം ബോധ്യത്തിനനുസരണമായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ആത്മധൈര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. പണ്ടൊരു വൃദ്ധനും മകനും കൂടെ കഴുതയെ വിൽക്കുവാൻ ചന്തയിൽ പോയ കഥയുണ്ട്. പലർ പറയുന്നത് സ്വീകരിച്ചവർ പ്രവർത്തിച്ചു. ആദ്യം ആരോ ഒരാൾ പറഞ്ഞതനുസരിച്ച് മകൻ കഴുതപ്പുറത്തു കയറി വേറൊരാളുടെ അഭിപ്രായം കേട്ട മകൻ താഴെ ഇറങ്ങുകയും അപ്പൻ കഴുതപ്പുറത്തു കയറുകയും ചെയ്തു. മറ്റൊരാളുടെ വാക്ക് കേട്ടു രണ്ടാളും ചേർന്ന് കഴുതയെ ചുമന്നു. ഒരു പാലം കടന്നപ്പോൾ ഭയപ്പെട്ട് ജീവി പിടച്ച് വെള്ളത്തിൽ വീണ് ചത്തു. നാം നമ്മുടെ ഉത്തമമായ ബോധ്യങ്ങൾക്കനുസരണമായിട്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. ദൈവഭയമുണ്ടെങ്കിൽ മനുഷ്യഭയം ഉണ്ടാവുകയില്ല. മനുഷ്യഭയം ഒരു കെണിയാണ്. മനുഷ്യൻ എന്ത് ചിന്തിക്കും എന്നല്ല, ദൈവം എന്ത് ചിന്തിക്കുമെന്നായിരിക്കണം നമ്മളെ ഭരിക്കുന്ന ചിന്ത. നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തം ആശയങ്ങളുടെ പ്രതിഫലനമായിരിക്കണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.